ഇറാൻ ഇസ്രായേൽ യുദ്ധം നാളെ 3 ആഴ്ചയിലേക്ക് കടക്കുകയാണ്. 3 ആഴ്ചയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മാസമാകാൻ പോകുന്നു, അതെ, അവസാനിക്കുന്നില്ല. ഈ വാർത്തകൾ മുഴുവൻ സെൻസർ ചെയ്യപ്പെടുകയാണ്. കാരണം ഇസ്രായേൽ, GCC കൺട്രീസ്, ഇറാന് ഈ എല്ലായിടങ്ങളിൽ നിന്നും വാർത്ത സെൻസർ ചെയ്യുകയാണ്. അത് കാരണം സത്യത്തിൽ എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഇന്ന് നമ്മൾ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ദുബായിൽ അവിടെ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. അവർ ഇതെല്ലാം ചിത്രീകരിച്ചു. അവിടെ ഈ മിസൈൽ വരുന്നത്, മിസൈലിനെ തടയുന്നതൊക്കെ ചിത്രീകരിച്ചിട്ട് അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ അവരെ 30 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവർ അവിടെ നിന്നുകൊണ്ട് ഇട്ടു എന്ന് മാത്രമല്ല, അവർ വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ പേടിച്ച് വിറയ്ക്കുകയാണ്, എൻ്റെ ശരീരം വിറയ്ക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത് ലോകം മുഴുവൻ പോകുന്ന സംഗതിയല്ലേ, ആൾ ഭയക്കുമല്ലേ ഇത്. മാത്രമല്ല ഇവരെ ഒപ്പം വന്നവരാണെന്ന് അറിഞ്ഞൂടാ, ബാക്കി 3 ഇത്തരത്തിലുള്ള ഈ ഫ്രഞ്ചുകാരായ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇവിടെ കപ്പലിൻ്റെ പടം എടുത്തേ, കപ്പലിൻ്റെ വീഡിയോ എടുത്തില്ലേ, കൊച്ചിയിൽ പോയി ആ ഇറാൻ്റെ കപ്പൽ ആരും അതിൻ്റെ അടുത്തോടെ പോയി പടം എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ബോട്ട് പിടിച്ച് അവിടെ ചെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു, അവിടെ പിടിച്ചു. അപ്പോൾ നമ്മളെ ഈ യുദ്ധം കാരണം നമുക്ക് 3 ആഴ്ചയായെങ്കിലും നമുക്കൊക്കെ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, അല്ലേ? നമ്മുടെ നാട്ടിൽ വന്ന ആൾക്കാർ, ബന്ധുക്കളായിട്ടുള്ളവർ, ഗൾഫിൽ നിന്ന് വന്നവർക്ക് തിരിച്ചു പോകാൻ സമയം കിട്ടുന്നില്ല, അല്ല ഫ്ലൈറ്റ് കിട്ടുന്നില്ല. അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇവിടെ ഇരിക്കുന്ന ബന്ധുക്കൾക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഈ ആശയവിനിമയത്തിൽ പോലും ഇങ്ങനെ പറയാൻ പാടില്ലെന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. ഇത് നടക്കുമ്പോൾ അത് നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ പെട്രോളും ഡീസലും ഗ്യാസിൻ്റെയൊക്കെ തന്നെ അതിൻ്റെ അഭാവം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പേടി ഇപ്പോഴും നമ്മൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ 3 ആഴ്ച നമ്മൾ വിലയിരുത്തുമ്പോൾ ശരിക്കും അവരുടെ തല മുഴുവൻ അരിഞ്ഞു കളഞ്ഞു. ആരുടെയാ? ഇറാനിലെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും. സാധാരണഗതിയിൽ തല അരിയുന്നത് ഏറ്റവും അവസാനമായിരിക്കും. ഇത് ആദ്യമേ തുടങ്ങി. പക്ഷേ തല അരിഞ്ഞിട്ടും ഒരു രക്ഷയില്ല. ഇറാൻ കീഴടങ്ങുന്നില്ലെന്ന് മാത്രം, കൂട്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മിസൈൽ വരെ പോകണമെന്ന് നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം അവരുടെ എണ്ണ ശുദ്ധീകരണം ഹൈഫയിലേക്കൊക്കെ, പിന്നെ ഇസ്രായേലിന്റെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് വരെ അവർ മിസൈൽ അയക്കാൻ തുടങ്ങി, ഒരു ബോംബ് അയക്കാൻ തുടങ്ങി. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നദിന്യാഹു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചിട്ടില്ല, മാധ്യമപ്രവർത്തകർ മുന്നിൽ അതെ, ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി. പിന്നെ പ്രശ്നം തീർന്നല്ലോ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അയത്തുള്ള ഖൊമേനിയെ വധിക്കുന്നു, മകൻ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു, പിന്നെ അവരുടെ സേനാ തലവന്മാരെയും അവരുടെ ഇന്റലിജൻസ് തലവന്മാരെയും വധിക്കുന്നു, അവരെ ദേശീയ സുരക്ഷാ മേധാവി വധിക്കുന്നു. പ്രധാനമന്ത്രിയെ വധിച്ചില്ലേ? പ്രധാനമന്ത്രിയെ വധിച്ചിട്ടില്ല. അപ്പോൾ ബാക്കി അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അവർ വധിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. കാരണം അവിടുത്തെ പ്രസിഡന്റിന് അധികാരമൊന്നുമില്ല, പ്രശസ്തിക്കാൻ അധികാരമൊന്നുമില്ല. ഇറാനിലെ രീതി അനുസരിച്ച് പരമോന്നത നേതാവിനാണ് എല്ലാ അധികാരവും. അയാൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അധികാരം ഉണ്ടായിരുന്ന ഈ ലജരാനി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ദേശീയ സുരക്ഷാ മേധാവിക്കായിരുന്നു. അതും കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റിനൊക്കെ ഉള്ളൂ. പ്രസിഡന്റിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഇന്ത്യ പോലെ രാജ്യത്തോട് ആ ഇറാൻ ഇപ്പോഴും സ്നേഹം കാട്ടുന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഹോർമുസ് കടൽ ഇടുക്കിൽ കൂടെ നമ്മളെ കപ്പൽ കടന്നവരെ അവർ അനുവദിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഗ്യാസിൻ്റെ കാര്യത്തിൽ. അതുപോലെ പക്ഷേ പാചകവാതകം, വാണിജ്യ സിലിണ്ടറുകൾക്കാണ് നിയന്ത്രണം ഏറെ. വീടുകൾക്ക് അത്രയും വലിയ പ്രതിസന്ധിയൊന്നും. രണ്ട് കപ്പൽ ലഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് പിടിച്ചിരിക്കാമെന്ന് തോന്നുന്നു. പിന്നെ ക്രൂഡ് ഓയിൽ ബാരൽ വില വർദ്ധിക്കുന്നുണ്ട്. നിലവിൽ ആ ബാരൽ വില വർധനവും നമ്മളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമുക്ക് ആ വിലയ്ക്കുള്ള പെട്രോളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ബാധിച്ചിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ പോലും സർക്കാർ മറ്റേ ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് നമ്മളെ ബാധിക്കാതെ. ഏതായാലും ആരും ഒന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ പേടിക്കേണ്ടതില്ല. ഞങ്ങൾ ആളെ പേടിപ്പിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പോലെ. പക്ഷേ നമ്മളത് കരുതിയിരിക്കുക. കാരണം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ വാഹനത്തിലേക്ക് ഇന്ധന ഉപയോഗം, നമ്മൾ ഗാർഹികമായി ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം ഇതൊന്നും യുദ്ധം തീരുമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ നടത്താതിരിക്കുക. നമ്മളെ പിറന്നാൾ ആഘോഷമാണെങ്കിലും കല്യാണ ആഘോഷമാണെങ്കിലും എല്ലാം നമ്മൾ ആഘോഷങ്ങളുടെ വക്താക്കളാണ്. പക്ഷേ ഇനിയെങ്കിലും ആഘോഷിക്കുമ്പോൾ അതല്പം ശ്രദ്ധിക്കുക. ഏതായാലും യുദ്ധം എത്രയും വേഗം അവസാനിക്കാൻ ഐക്യരാഷ്ട്രസഭയൊന്നും മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും മുൻകൈ എടുത്ത്, അല്ലെങ്കിൽ ഇന്ത്യ, നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ മുൻകൈ എടുത്ത് ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുക. അതല്ലെങ്കിൽ ഇത് ലോകത്തിന് വലിയ തോതിലുള്ള പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെയാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഇതിൽ ഡയറക്റ്റായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ യുദ്ധം ഉടനെ അവസാനിപ്പിക്കുന്ന ഒരു നീക്കമില്ല. കാരണം അവർക്ക് ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണം എന്നുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ വരണം, അവരുടെ കയ്യിൽ ഈ ഭരണം ഞങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാരിൽ എത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവർ തയ്യാറാണ്. പക്ഷേ
അതേ നാണയത്തിൽ ഇറാൻ തിരിച്ചടിക്കുമ്പോഴാണ് ഈ കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിലൊരു അന്ത്യം എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത്.